ആ വരി. ആ ഇരിക്കും. എന്താ വിഷയം? എൻ്റെ പേര് ഗോയ എന്നാണ്. ഇത് വൺ മിസ്റ്റർ സത്യശീലൻ, സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റ് ആണ്, മ്യൂസീഷ്യൻ ആണ്. അദ്ദേഹം മ്യൂസിഷ്യൻ എന്ന് വെച്ചാൽ വയലിനിസ്റ്റ് ആണ്. ആ കൊട്ടുന്ന ആളാണ് അല്ലേ പരിപാടിക്ക്? വയലിൻ ഉടക്കയിലോ? വയലിൻ കണ്ടിട്ടില്ലേ? ആ മനസ്സിലായി. മറ്റേ ചങ്കിന്റെ പടം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കണേ അല്ലേ? അതിന്റെ ആളാണല്ലേ? അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം സാറേ. ഇപ്പോൾ ഒരു 2-3 മാസത്തിൽ കൂടുതലായി പെൻഷൻ കാശ് വരുന്നില്ല. ഓ അത് ശരി. വാർദ്ധക്യ പെൻഷന്റെ അതായത് മാഷേ, ഇപ്പം നേരത്തെ ഈ ക്യാഷ് നേരെ ഇവിടെ പഞ്ചായത്തിൽ വരും. അത് ഞങ്ങൾ എന്ത് ചെയ്യും, ഓരോ ആൾക്കാരെ കണ്ടെത്തി അവർക്ക് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞോളാം, പെട്ടെന്ന് അത് നിർത്തലാക്കി. ഇപ്പോൾ ഡേറ്റാ ബേസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പദ്ധതിയാണ്. അതായത് ഈ ക്യാഷ് നേരെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇപ്പോൾ വരുന്നത്. മാഷിന്റെ അക്കൗണ്ടൊക്കെ ഉള്ളതല്ലേ സാറേ? ഞാൻ ശരിക്കും പറഞ്ഞില്ല. അദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഒരുപാട് വലിയ ഷോസുകളൊക്കെ നടത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പിലൊരു അംഗമാണ്. വലിയ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്നൊന്നും പറയുന്നത് അറിയാത്ത വ്യക്തിയല്ല. അല്ല, ഞാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറഞ്ഞു. നമ്മൾ വയസ്സായ ആളായതുകൊണ്ട് ചോദിച്ചാണ്. അക്കൗണ്ട് ഉണ്ട്. അക്കൗണ്ടിൽ വന്നോ എന്ന് നോക്കിയായിരുന്നു. നോക്കി വന്നില്ല. അപ്പൊ എവിടെയും ബ്ലോക്ക് ആയി കിടക്കും. ഷോർട്ടായിരിക്കും, ഫണ്ട് ഷോർട്ടായിരിക്കും. മറ്റൊരു പ്രശ്നം എന്താണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വൺ സൈഡ് ഒരു സ്ട്രോക്ക് വന്ന് തളർന്നതിന് ശേഷം ഈ വയലിൻ വായിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. പിന്നെ 2 കൈ വേണ്ടേ? ഒരു കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ഉന്തുന്ന സാധനല്ലേ ഇത്? അല്ല, അത് നമുക്ക് ആ വിഷയം വിടാം. നമ്മുടെ വിഷയം അല്ലല്ലോ. അതിപ്പോ എന്താണെങ്കിൽ അദ്ദേഹത്തിന് അത്തരം ഷോസ് ഒന്നും, പിന്നെ മാത്രമല്ല പുള്ളി ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ പോലും സഹായം കൊടുത്താൽ അദ്ദേഹത്തിന് താല്പര്യം. ഈ ഒരൊറ്റ സംഖ്യ കൊണ്ടാണ് ഉപജീവന മാർഗം. പെരയിലാർക്കുണ്ട്? അതല്ലേ ഏറ്റവും വലിയൊരു പ്രശ്നം. മക്കളില്ല. മക്കളില്ലാത്ത ഇവിടെ ഒരു സഹധർമ്മിണി അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. ഞാൻ ഇദ്ദേഹത്തെ കൽക്കട്ടയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. കലാകാരനാണോ? അല്ല, ഞാനൊരു കലാ ആസ്വാദകനാണ്. സന്തോഷം. അത് ഞാൻ കലാകാരന്മാരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് ഇദ്ദേഹത്തെയൊക്കെ പരിചയപ്പെടുന്നത്. അന്നത്തെ കാലത്ത് ഒരു 82-ലൊക്കെ ഒരുപാട് വലിയ ഷോസൊക്കെ AR റഹ്മാൻ എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ ഫാൻസുകളൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹമൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരു ശിക്ഷഗണത്തിൽ പെടുന്ന ആളാണോ? പുതിയ പാട്ടുകാരൻ ചന്ദ്രദാസ് ഉണ്ട്, എന്റെ അടുത്ത കൂട്ടുകാരനാണ്, അറിയാമോ? അത് പുതിയ ആളുകളെന്നും ചില പറഞ്ഞൊന്നും പഴയ ആളുകളെ നമുക്ക് ആള് പുലിയാണ് അല്ലേ? അതെ, ഈ അക്കൗണ്ടില് പൈസ വന്നിട്ടില്ല. ക്രിസ്മസിന് പൈസ കിട്ടുമോ? അല്ല, ക്രിസ്മസ് ഇപ്പോൾ അടുത്തില്ലേ? ക്രിസ്മസിന് കിട്ടുമോ, പെരുന്നാളിന് കിട്ടുമോ, ഓണത്തിന് കിട്ടുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിനാവിലെ കാശ് പറഞ്ഞ അനുസരിച്ച് ഗവൺമെന്റിന്റെ പൈസയുടെ കാര്യമാണല്ലോ, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അത് എന്താണെങ്കിലേ ഇപ്പോൾ 2-3 മാസം വൈകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എന്നാൽ ക്രിസ്മസിന്റെ ആ ഒരു ഇതായിട്ടായിരിക്കും വരുന്നത് എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. പിന്നെ അതും കാണുന്നില്ലാത്തൊരു. എന്താ നമ്മൾ കാട്ടിയ ഗവൺമെന്റിന്റെ കാര്യമല്ലേ? ഖജനാവ് കാലിയായിരിക്കും. നമ്മുടെ പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ വരെ പോയി ഒന്ന് അന്വേഷിച്ചാൽ നല്ലത്. ഡയറക്ടറേറ്റിൽ അത് എവിടെയാണ്? അത് സിറ്റിയിലാണ്. പഞ്ചായത്ത് ഡയറക്ടറേറ്റ്. ആരെയും കാണണം അവിടെ എൻക്വയറി ഇതുണ്ട്. എൻക്വയറി അല്ല, ഒരു പണി ചെയ്യാ. മണ്ടുവിന്റെ ഭർത്താവ് അവിടെയല്ലേ വർക്ക് ചെയ്യണത്? വളരെ സന്തോഷമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഇദ്ദേഹത്തിന്റെ ഒരു കലാകാരൻ എന്നുള്ള ഒരു പരിഗണന കൊടുക്കാം. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തോണ്ടാട്ടോ. ഞങ്ങൾക്ക് ഇവിടെ പരിമിതി ഉണ്ട്, അതാണ്. പിന്നെ ആള് കലാകാരിയൊക്കെയാണ്. അയ്യോ, അങ്ങനെയൊന്നുമില്ല മാഷി. ചെറുതിലെ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നന്നായി വരട്ടെ അല്ലേ മാഷേ? ഓട്ടം തുള്ളലും കഥകളിയൊക്കെ ഉണ്ട്. ഓട്ടം തുള്ളല് കഥകളിയൊക്കെ ഉണ്ട്. അത്രയ്ക്കൊന്നുമില്ല മാഷേ. മോളെ, കഴിയുമെങ്കിലും ഒന്ന് വിളിച്ചു പറയേ. വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായി മാഷേ. എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. കേട്ടോ? എന്നാ എണീക്കല്ലേ മാഷേ? പഞ്ചായത്ത് ഡയറക്ടറേറ്റ്.